വിവാഹം മറച്ചുവെച്ചുകൊണ്ട് വിവാഹിതയാണ് എന്ന കാര്യം മറച്ചു വെച്ചുകൊണ്ട് താനുമായി അടുപ്പം സ്ഥാപിച്ചു എന്നാണ്. ഇപ്പോൾ ജാമ്യ ഹർജിയിൽ അത് പൂർണ്ണമായും രാഹുൽ തന്നെ സമ്മതിക്കുകയാണ്. തനിക്കറിയാമായിരുന്നു പെൺകുട്ടി വിവാഹിതയാണെന്നും ഭർത്താവ് ഉണ്ടെന്നും അറിയാമായിരുന്നു. ആ ഭർത്താവിനാണ് ഉത്തരവാദിത്വം ഗർഭത്തിന് എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് ഈ ജാമ്യ ഹർജിയിൽ. അപ്പോൾ രാഹുലിന്റെ ആ വാദം പൂർണ്ണമായും പൊളിഞ്ഞു. അതില് ആദ്യം ഒരു വരി അങ്ങ് ശ്രദ്ധിച്ചു കാണില്ല, അത് പല ആൾക്കാരും ശ്രദ്ധിച്ചില്ല. അതായത് കല്യാണത്തിന് ശേഷം ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഫേസ്ബുക്ക് വഴി അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു. അതിനുശേഷമാണ് ഈ കല്യാണത്തിന്റെ കാര്യങ്ങൾ പറയുന്നത്. അല്ലെങ്കിൽ താൻ വിവാഹം അല്ലെങ്കിൽ എന്താ പറയുക ഭർതൃപീഡനം നേരിടുന്നുണ്ട്, ശരിയാണോ എന്ന് എനിക്കറിയില്ല, ഭർതൃപീഡനം നേരിടുന്നു എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആദ്യം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. രണ്ട്, ഞാൻ പറഞ്ഞതിന് ശേഷമാണല്ലോ നമ്മുടെ മാധ്യമങ്ങൾക്കും ലോകങ്ങൾക്കും ഈ പെൺകുട്ടി മാരീഡ് ആണ് എന്നറിയുന്നത്. അങ്ങനെ മാരീഡ് ആണെങ്കിൽ വിവാഹ ഇപ്പൊ മാരീഡ് ആണ്, ഇപ്പോഴും ഡിവോഴ്സ്ഡ് അല്ല. ആ പെൺകുട്ടി ഇപ്പോഴും മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല. രാഹുൽ പറയുന്ന പോലെ കൂടെയാണോ താമസിക്കുന്നത് എനിക്കറിയില്ല. ഞാൻ ആ പയ്യനോട് സംസാരിച്ചിരുന്നു. അപ്പോ ആ പെൺകുട്ടി ഇപ്പോഴും ആ പയ്യനോട് മാരീഡ് ആണ്, ഡിവോഴ്സ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് കല്യാണം കഴിയാൻ സാധിക്കൂ? ഇനി പോട്ടെ, സീരിയസ് ആയ കാര്യങ്ങൾ. റേപ്പ് ചെയ്തു എന്നാണല്ലോ അവകാശവാദം. രാഹുൽ അങ്ങനല്ല ഇന്നലെ പറഞ്ഞിരുന്നത്. ഈ പെൺകുട്ടിയുമായി ബന്ധം രാഹുൽ തുടർന്നു വന്നത് ഒരു കാരണവശാലും ഈ കുട്ടി വിവാഹം കഴിച്ചിട്ടില്ല എന്ന് രാഹുലിന് അറിയാത്ത സാഹചര്യത്തിലായിരുന്നു. അങ്ങനെ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഒരു പക്ഷേ രാഹുൽ ആ പണിക്ക് പോയില്ലായിരുന്നു എന്നുകൂടി കുറച്ചുകൂടി ഡിഫെൻഡ് ചെയ്യാനുള്ള രീതിയിൽ രാഹുൽ പറഞ്ഞിരുന്നു. പല ചർച്ചകളും ഞാൻ കേട്ടതാണ്. അല്ലാതെ ഫേസ്ബുക്കിൽ കോൺടാക്ട് ചെയ്തത് മാത്രമല്ല, വിവാഹിതയാണെന്ന വിവരം അവർ മനഃപൂർവ്വം മറച്ചു വെച്ച് ബന്ധം സ്ഥാപിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായാൽ ആ ഒരു സ്ത്രീയെ പിന്നെ വിവാഹം കഴിക്കണോ, അതിനെ ഓൺ ചെയ്യണോ എന്നാണ് താങ്കൾ ഇതിൽ എഴുതിയിരിക്കുന്നത്. ഭർതൃപീഡനം അനുഭവിക്കുന്നു. രാഹുൽ ഈ പെൺകുട്ടി രഹസ്യമായി വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയല്ല, മനസ്സിലാക്കണം. ശ്രീ രാഹുൽ ഒരു സെക്കൻഡ്. കൃത്യമായ ചടങ്ങുകളോട് വിവാഹം കഴിച്ചൊരു പെൺകുട്ടിയാണ്. എല്ലാവർക്കും ഒരുപാട് പേർക്കറിയാം. രാഹുൽ പറഞ്ഞുകൊണ്ട് മാത്രം പുറത്തു വന്നൊരു കാര്യമല്ലത്. രഞ്ജിത്ത്, അതിന്റെ സീക്വൻസ് ഞാൻ പറയാം. ശ്രീ രാഹുൽ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം. ഒന്ന്, താങ്കൾ പറഞ്ഞതുപോലെ ഫേസ്ബുക്ക് വഴി അദ്ദേഹത്തിനെ ആദ്യം ഈ സ്ത്രീ ബന്ധപ്പെടുന്നു. അവരുടെ ഭർത്താവ് ആരാണ് എന്നതിനെക്കുറിച്ചും അവരുടെ തൊഴിലിടം എന്താണ് എന്നതിനെക്കുറിച്ചും അവർ അറിയുന്നു. ഭർത്താവ് തന്നെ വീട്ടിൽ ഗാർഹിക പീഡനത്തിന് വിധേയയാക്കുന്നു എന്ന് പറയുന്നു. അത് കേട്ടതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിന് അവരോട് എമ്പതി തോന്നുന്നു. ഇത് കേട്ടതിന് ശേഷം അതിനുശേഷം ഈ ബന്ധം വളരുന്നു. ലേറ്റർ ദ റിലേഷൻഷിപ്പ് ഗ്രൂ വിച്ച് എൻഡഡ് ഇൻ എ കൺസെൻഷ്വൽ സെക്ഷൽ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പൊ രാഹുൽ ബന്ധപ്പെട്ടു, സൗഹൃദം സ്ഥാപിച്ചു. സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷമാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. സൗഹൃദം സൗഹൃദമാണ് രാഹുൽ. അല്ല, സൗഹൃദവും ശാരീരിക ബന്ധവും രണ്ടല്ലേ അല്ലയോ എന്ന് എങ്ങനെ അറിയാൻ കഴിയും? രാഹുൽ, സൗഹൃദവും ശാരീരിക ബന്ധവും രണ്ടല്ലേ? അങ്ങോട്ട് കണക്ട് ചെയ്തു. അതിൽ ഏറ്റവും പ്രധാനം ശരി, അങ്ങോട്ട് കണക്ട് ചെയ്തപ്പോൾ ഈ പെൺകുട്ടി വിവാഹിതയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ രാഹുലിന് പിന്മാറാമായിരുന്നുവല്ലോ. അത്ര ശുദ്ധനായിരുന്നുവെങ്കിൽ. എന്നാൽ ആ പെൺകുട്ടിക്ക് മാറായിരുന്നില്ലേ? ഈ പെൺകുട്ടി കല്യാണം കഴിച്ചാണ് ആ പെൺകുട്ടിക്ക് അറിയാറുന്നല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ അങ്ങോട്ട് കണക്ട് ചെയ്തതാണോ? രാഹുൽ മാങ്കൂട്ടത്തിലാണോ ബന്ധം അങ്ങോട്ട് സ്ഥാപിച്ചത്? രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുലിന്റെ വാദമാണ് കേട്ടോ. ഈ പെൺകുട്ടിയെ രാഹുലിന്റെ വാദമാണ്. ഇത് ഫാക്ടുകളല്ലേ? അല്ല, ഒരു സെക്കൻഡ്, ഇത് ഫാക്ടുകളല്ലേ? അപ്പൊ ഈ മൂന്ന് കാര്യത്തിൽ ആർക്കും തർക്കമില്ല. ഒന്ന്, പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ശ്രീ രഞ്ജിത്ത് രാമേന്ദ്രൻ അറിയായിരിക്കും. സാധാരണ മലയാളികൾ അറിഞ്ഞത് ഇന്നലെ മാത്രമാണ്. അപ്പോ ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു. ഈ പെൺകുട്ടിക്കും ഹസ്ബൻഡിനും പ്രശ്നങ്ങൾ ഉണ്ടാകാം, ഇല്ലെന്ന് ആരും പറയുന്നില്ല. ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ഫേസ്ബുക്കിൽ കണക്ട് ചെയ്തു, അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചു. ഓഫ് കോഴ്സ് പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ അറിഞ്ഞു കാണും, കുടുംബ പ്രശ്നങ്ങൾ അറിഞ്ഞു കാണും, ബാക്കി കാര്യങ്ങൾ അറിഞ്ഞു കാണും. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ പെൺകുട്ടി അങ്ങോട്ട് ബന്ധം സ്ഥാപിക്കുകയാണ്. ആ സമയത്ത് കല്യാണം കഴിച്ച കുട്ടിയാണെന്ന് പറഞ്ഞല്ല ബന്ധം സ്ഥാപിച്ചത്. എന്താണെന്നറിയാമോ, അത് രാഹുൽ ആ മുൻകൂർ ജാമ്യ ഹർജി വായിക്കാത്തത് കൊണ്ടാണ്. അതിനാൽ വളരെ കൃത്യമായി പറയാം. ഈ വിക്ടിം നോക്കൂ. The victim contacted the petitioner through Facebook and made a friendship with petitioner. Later she told that her husband is committing domestic violence on her. The petitioner felt empathy towards the victim upon hearing this. Later the relationship grew. അതെ, അങ്ങനെയാണ്. ആ വിവരം അറിഞ്ഞ് ഈ പെൺകുട്ടി ഹസ്ബൻഡിൽ നിന്ന് ഗാർഹിക പീഡനം ഏൽക്കുന്നു എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് രാഹുൽ കൂടുതലായി അടുക്കുന്നത്. The victim contacted the petitioner through Facebook and made a friendship with petitioner. ആ ഘട്ടത്തിൽ കല്യാണം കഴിച്ചെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലോട് പറഞ്ഞോ? Domestic violence. Later അല്ല, അതിനർത്ഥം എന്താ? ആദ്യം സൗഹൃദം സ്ഥാപിച്ചപ്പോൾ കല്യാണം കഴിച്ച യുവതിയാണെന്ന് പറഞ്ഞാണോ സ്ഥാപിച്ചത്? കല്യാണം കഴിച്ച യുവതിയാണോ കല്യാണം എന്നിട്ട് ആ ബന്ധം എങ്ങനെ വളരുകയും അല്ലല്ല രാഹുൽ, അതിനുശേഷം ആ ബന്ധം എങ്ങനെ വളർന്നുവെന്നും
അത് അവസാനം എങ്ങനെ ശാരീരിക ബന്ധത്തിലേക്ക് വന്നു എന്ന് പറയുന്നിടത്ത് ഹസ്ബൻഡ് ഉണ്ട് എന്നും ഹസ്ബൻഡ് പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞതുകൊണ്ടുണ്ടായ എമ്പതിയുടെ അടിസ്ഥാനത്തിൽ ആ ബന്ധം വളർന്ന് ശാരീരിക ബന്ധത്തിൽ വന്നു എന്നാണ്. എന്ന് പറയുമ്പോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലല്ല ഒരു സെക്കൻഡ് രാഹുൽ, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അവർ മറ്റൊരാളിന്റെ ഭാര്യയാണ് എന്നും ആ ഭാര്യയായിരുന്ന വ്യക്തി ഗാർഹിക പീഡനം നേരിടുന്നുണ്ട് എന്നും അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അവർ പറഞ്ഞതിന് ശേഷമാണ് ശാരീരിക ബന്ധത്തിൽ പോയിരിക്കുന്നത്. താങ്കൾ ഇന്നലെ പറഞ്ഞത് നേരെ തിരിച്ചാണ്. അതേ ചോദ്യം തിരിച്ചു ചോദിച്ചോട്ടെ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെടുമ്പോൾ ഈ പെൺകുട്ടിക്ക് അറിയില്ലായിരുന്നോ ഈ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ്? എന്റെ വാദമല്ല, രാഹുലിന്റെ വാദമാണ് പറഞ്ഞത്. എന്റെ വാദമല്ല, രാഹുലിന്റെ വാദമാണ്. രാഹുലിന്റെ ഇന്നലത്തെ വാദമാണ് ഈ പറഞ്ഞത്. അതാണ് പൊളിയുന്നത്. ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ന്യായീകരണ തൊഴിലാളികളുണ്ട് രാഹുലിന്. അതിന്റെ ഭാഗമായി രാഹുൽ ഈശ്വർ മാറി എന്നുള്ളതാണ്. മറുപടി പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമാണ് ബന്ധമെന്ന് ധ്വനിപ്പിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്ത് ധാർമ്മികമായ എന്തോ തെറ്റുണ്ടെന്ന് ധ്വനിപ്പിക്കുകയും ചെയ്യുമ്പോ ഈ പെൺകുട്ടിക്ക് അറിയില്ലേ അവൾ വേറൊരാളുടെ ഭാര്യയാണെന്ന്? ഈ പെൺകുട്ടിക്ക് ആ കാര്യത്തിൽ തെറ്റില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ആ കാര്യത്തിൽ തെറ്റുകാരനാണെങ്കിൽ ഈ പെൺകുട്ടിയും തെറ്റുകാരിയല്ലേ? ഈ പെൺകുട്ടിക്ക് മാത്രം എങ്ങനെയാ തെറ്റില്ലാതാകുന്നത്? ഭാര്യയാണെന്ന് അറിയാം സാർ. മറുപടി പറയട്ടെ സാർ. ഇത് എന്തുകൊണ്ടാണ് മീഡിയ അല്ല ഇനി ഒരു കാര്യം കൂടെ സാധാരണ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ടത്, ഇത് മീഡിയക്കാർ നിങ്ങളെ കേൾക്കാൻ അനുവദിക്കാതിരിക്കുന്നതിന്റെ കാര്യം അങ്ങനെ ആകുമ്പോൾ ആ പെൺകുട്ടിയുടെ ഭാഗത്തും എന്തോ തെറ്റുണ്ടെന്ന് നാട്ടുകാർക്ക് മനസ്സിലാകും. അത് കേൾപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് ആ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ ഇവർ ഒന്നെങ്കിൽ ബഹളം വെക്കുന്നതോ അല്ലെങ്കിൽ ശ്രദ്ധ മാറ്റുന്നതോ. എനിക്കൊരു 30 സെക്കൻഡ് തന്നാൽ മതി, സാധാരണക്കാർ കേൾക്കാനാണ്. ഒന്ന്, ഈ പെൺകുട്ടി മാരീഡ് ആയിരുന്നു എന്ന കാര്യത്തിൽ ഇന്ന് ആർക്കും തർക്കമില്ല. ഈ പെൺകുട്ടി 2024 കല്യാണം കഴിച്ച ഒരു കുട്ടിയാണ്. ആ കല്യാണം കഴിച്ച കുട്ടി ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലിനെ അങ്ങോട്ട് ഫേസ്ബുക്കിലൂടെ ബന്ധപ്പെടുന്നു, ഒരു സൗഹൃദം സ്ഥാപിക്കുന്നു. അതിനുശേഷം തന്റെ കല്യാണത്തിലെ കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും ഇതിനിടയ്ക്ക് അറിഞ്ഞു കാണും. അതിനുശേഷം അവർ തമ്മിൽ ശാരീരിക ബന്ധം ഉണ്ടാകുന്നു. അങ്ങനെ മറ്റൊരാളുടെ ഭാര്യയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ ബന്ധപ്പെട്ട തെറ്റാണെങ്കിൽ ആ തെറ്റ് ഈ പെൺകുട്ടിക്കും ബാധകമല്ലേ സാർ? മറ്റൊരാളുടെ ഭാര്യയാണെന്ന് ഈ പെൺകുട്ടിക്ക് തിരിച്ചറിയില്ലായിരുന്നോ? ഇപ്പോഴാ പെൺകുട്ടി പറയുന്നത് എന്താ? മാർച്ചിൽ പ്ലാൻ ചെയ്ത് കുട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചതിന് ശേഷം, മാർച്ചിൽ പ്ലാൻ ചെയ്ത് നമുക്ക് ബന്ധത്തിൽ ഏർപ്പെടാം, പിൽസ് വേണ്ട എന്നൊക്കെ തീരുമാനിച്ചതിന് ശേഷം ഈ പെൺകുട്ടിയെ മാർച്ചിൽ റേപ്പ് ചെയ്തു. ഇതെന്താ വെള്ളരിക്കപ്പെടണോ? നിങ്ങൾ എല്ലാം കേൾക്കേണ്ട കാര്യം, ഈ പെൺകുട്ടി പുറത്തുവിട്ട ചാറ്റാണ് മാർച്ചിൽ ബന്ധം ഉണ്ടാവുന്നു. മാർച്ചിൽ കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യാന്ന്. കുട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് റേപ്പിലൂടെയാണോ? കുട്ടിക്ക് ഉണ്ടാക്കാൻ വേണ്ടി പീഡിപ്പിച്ചതാണോ? പറയുന്ന കള്ളങ്ങൾക്കൊരു പരിധി വേണ്ടേ? 2, ഈ നഗ്നചിത്രം എടുത്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയാണോ ഇവിടെ പറക്കാൻ ഉദ്ദേശിച്ചത്? നഗ്നചിത്രം എടുത്ത് തന്നെ പീഡിപ്പിച്ച് തന്നെ റേപ്പ് ചെയ്ത രാഹുൽ മാങ്കൂട്ടത്തിലെ കുട്ടിയെ വേണമെന്നാണോ പറഞ്ഞിരുന്നത്? രാഹുലിനെ കൊടുക്കാൻ പച്ച കള്ളങ്ങൾ പറയുന്നതിന് നമ്മൾ മാധ്യമങ്ങൾ എരുതിയിൽ എണ്ണ ഒഴിച്ചിട്ട് കൊടുക്കരുത്. ആ പെൺകുട്ടി പറയുന്ന മാർച്ചിൽ ഇല്ലെങ്കിൽ ഒറ്റ ചോദ്യമുള്ളൂ, ഹസ്കർ സാറിന് ഉത്തരം പറയാം. മാർച്ചിൽ ഇവർ കുട്ടികളെ പ്ലാൻ ചെയ്തിരുന്നില്ലേ ഹസ്കർ സാർ? പിന്നെ മാർച്ചിൽ ബന്ധപ്പെട്ടതിനെ റേപ്പ് എന്നാണോ നിയമപരമായി വിളിക്കുന്നത്? ഹസ്കർ സാർ പറഞ്ഞേ. ഇവര് മാർച്ചിൽ കുട്ടികളെ ഉണ്ടാക്കാൻ തീരുമാനിച്ചില്ലേ? അതിനുശേഷം ബന്ധപ്പെട്ടാൽ ആ ബന്ധത്തെ റേപ്പ് എന്നാണോ വിളിക്കുന്നത്? 2 പ്രശ്നം ഇക്കാര്യത്തിലുള്ള രാവിലെ. ഒന്ന്, ഏറ്റവും അടിസ്ഥാനപരമായി രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത് എന്നെയോ രാഹുലിനെ പോലെ ഒരു സാധാരണക്കാരനല്ല. കേരളത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ അങ്ങനെ കൺസിഡർ ചെയ്യരുത്. ഒരു സാധാരണ പൗരൻ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ വളച്ചുകൊണ്ടുപോയി ഏതെങ്കിലും തരത്തിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അതിന് രാഷ്ട്രീയമായി യാതൊരു പ്രാധാന്യമില്ല. നിരവധി കേസുകൾക്ക് നമുക്ക് കേരളത്തിൽ FIR രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, അന്വേഷണം നടക്കുന്നുണ്ട്. പക്ഷെ ഇത് കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ യുവ നേതാവ് എന്ന അർത്ഥത്തിൽ രാഷ്ട്രീയ നൈതികത അദ്ദേഹത്തിനുണ്ട്. ഇന്നലെ വരെ പറഞ്ഞതിൽ നിന്നും മാറ്റി പറയുന്നു. ഇപ്പൊ ഇതുവരെ പറഞ്ഞ രാഹുൽ പറഞ്ഞതിൽ നിന്ന് തനിക്ക് ആ പെൺകുട്ടിയെ അറിയില്ല, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഒരു വിവരവും രാഹുൽ മാങ്കൂട്ടം പൊതുസമൂഹത്തോട് സംസാരിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് ജാമ്യാപേക്ഷ വന്നപ്പോ അദ്ദേഹം പറഞ്ഞെന്താ, തനിക്ക് ആ പെൺകുട്ടിയുമായി ലൈംഗിക ബന്ധം ഉഭയസമ്മത പ്രകാരം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുമ്പോ ഒരു രാഷ്ട്രീയ നേതാവിന്, പൊതുപ്രവർത്തകന് ചേർന്ന രാഷ്ട്രീയ നൈതികതയാണ് നിയമപരമായ കാര്യങ്ങൾ നമുക്ക് മാറ്റിവെക്കാം. അറിയില്ല രാഹുൽ പറഞ്ഞിട്ടില്ല. പരാതി വരട്ടെ എന്ന് പറയുകയായിരുന്നു. പക്ഷെ അപ്പോഴും രാഹുൽ പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ടെന്നേ, ഇതില് പല കാര്യങ്ങളും സമ്മതിക്കുന്നുണ്ടെന്നേ, പല വാദങ്ങളും പൊളിയുന്നുണ്ടെന്നേ. എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? താങ്കൾ എന്താ ഇടപെടാത്തത്? അല്ല, ആ പെൺകുട്ടി അറിയുന്ന ഏതെങ്കിലും ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടം അറിയില്ലെന്നോ പറഞ്ഞില്ലല്ലോ. സൈലൻസ് ഉണ്ട് അവിടെ.
ആ സൈലൻസ് എന്ന് പറയുന്നത് ഒരു കോണ്ടാക്ട് ആണ്. ആ ഒരു കുറ്റാരോപിതനെ സംബന്ധിച്ചിടത്തോളം ആ സൈലൻസ് കോണ്ടാക്ട് ആണ്, അത് റിലവന്റും ആണ്. നിയമത്തെ സംബന്ധിച്ച് അത് റിലവന്റും ആണ്. ഇതുവരെ അറിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു എന്നല്ലേ? രാഹുൽ ആ പെൺകുട്ടിയെ അറിയാമെന്നോ അറിയില്ലെന്നോ രണ്ടും പറഞ്ഞിട്ടില്ലല്ലോ. രണ്ടും പറയാതിരിക്കാൻ പാടില്ലല്ലോ. ഒരു പൊതുപ്രവർത്തകൻ ചില ധാർമ്മികതയുണ്ട്. അദ്ദേഹം അന്വേഷണത്തിന്റെ ഭാഗം സഹകരിക്കുമെന്നല്ലേ പറഞ്ഞത്? നമ്മൾ കുറ്റം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുവാണോ? ഇത് തന്നെയല്ലേ ഉമ്മൻചാണ്ടി സാറിന് നേരെ ചെയ്തത്? സരിത 164 അടക്കം കൊടുത്തില്ലേ? സരിത 164 അടക്കം കൊടുത്ത് വ്യാജ പരാതി നടത്തി ഉമ്മൻചാണ്ടി സാറിനെ വർഷങ്ങളോളം വേട്ടയാടിയില്ലേ? ഒരു രണ്ടാം ഉമ്മൻചാണ്ടി ആക്കുകയാണോ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ? ഇനി വർഷങ്ങൾക്ക് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കൂടെയാലോചനയാണ് വരണോ? ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം നശിപ്പിക്കണോ? അസ്കർ സാർ പറയൂ, ഇത് തന്നല്ലേ ഉമ്മൻചാണ്ടി സാറിനെതിരെ നമ്മളെല്ലാം, സാർ മാത്രമല്ല നമ്മൾ പൊതുസമൂഹം ചെയ്തത്? ഉമ്മൻചാണ്ടി സാറിനെ വേട്ടയാടിയതുപോലെ എനിക്ക് ഒരു സമയം തരണം. നമ്മുടെ ഒരു അതിഥി വൈകി വന്നൊരു അതിഥിയുണ്ട്, ശ്രീമതി രാഗാരഞ്ജിനി. രാഗാരഞ്ജിനി കൊച്ചിയിലെ ട്രാഫിക് ബ്ലോക്കിലൊക്കെ പെട്ട് 7 മണിക്ക് ചർച്ചയ്ക്ക് വരണ്ടായിരുന്നു, പക്ഷെ വൈകിപ്പോയി. രാഗാരഞ്ജിനി, ഈ ഒരു സുപ്രഭാതത്തിൽ CPM വേട്ടപ്പട്ടികൾക്കും BJP തെമ്മാടികൾക്കും ചുമ്മാ വെട്ടി കീറാൻ ഇട്ടുകൊടുക്കില്ല രാഹുലിനെ എന്നായിരുന്നു ഒരു ഫേസ്ബുക്ക് പോസ്റ്റായി ഞാൻ കണ്ടത്. ഇപ്പോൾ എന്താണ് നിലപാട്? പരാതിയുണ്ട്, അതിനുള്ള മറുവാദമായി രാഹുൽ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. വളരെ പെട്ടെന്ന് രാഘവരഞ്ജന്റെ നിലപാട് എന്താണ്?